ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നമ്മുടെ ഉപ്പുറ്റി കീറലിന് ഒരു പരിഹാരമായിട്ടാണ് വന്നത്. അപ്പോൾ ലൈവായിട്ട് നമുക്കതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തലേന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി അരമുറി ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കാം. അങ്ങനെ ഇത് മഞ്ഞൾപ്പൊടിയിലിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഡോവിൻ്റെ ഷാമ്പു ആണ്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടായി കിട്ടണം. ഈ ചൂട്ടിൽ തന്നെ നമുക്ക് കാല് വെക്കാൻ പറ്റില്ല, നമുക്ക് കാല് കുത്താൻ പറ്റുന്ന ടെമ്പറേച്ചറിലേക്ക് ഇതാക്കിയെടുക്കണം. അങ്ങനെ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കാല് ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ളൊരു പാത്രത്തിൽ. അങ്ങനെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ അങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാല് കണ്ടിട്ടില്ലേ, ശരിക്കും ടാനും പിന്നെ ഈ കാലാവസ്ഥ ഇതുകൊണ്ട് ഒരു വെള്ള കളറായിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കാല് വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു 1/4 മണിക്കൂർ വരെ ഞാൻ ഈ കാല് ഈ വെള്ളത്തിലേക്ക് അങ്ങനെ മുക്കി വെച്ച്, ചൂട് കാരണമാണ് ഇങ്ങനെ പൊക്കി വെക്കുന്നത്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചകിരി എടുത്തിട്ട് കാലൊന്ന് നന്നായി ഉരച്ചു കൊടുക്കുന്നുണ്ട്. 2 കാലും ബാക്കും സൈഡൊക്കെ നന്നായി ഉരച്ചു കൊടുത്ത് അതിന് ശേഷം ഞാൻ അലക്ക് കല്ലിൽ നമ്മുടെ ഉപ്പൂറ്റി നന്നായി ഉരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് കഴിയുമ്പം തന്നെ നമ്മുടെ കാലിലൊന്ന് ജസ്റ്റ് അതിൽ സോക്ക് ചെയ്ത് വെക്കുമ്പം തന്നെ കാലൊക്കെ ഏകദേശം ഒന്ന് പൊതിർന്ന് സോഫ്റ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ കല്ലിലൊരുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഉപ്പൂറ്റി വിണ്ട് കീറൽ ഏകദേശം അതിൻ്റെ ആ ഒരു വിണ്ട് കീറുന്നതിന് മാറിക്കിട്ടും. അതിനുശേഷം വേണ്ടത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പകുതി മതി, അത് മൊത്തത്തിലൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം വേണം. ഇതൊരു പാക്കിന് വേണ്ടിയിട്ടാണ് നമ്മളെ കാലിന്. അങ്ങനെ അതിൻ്റെ നീര് നമുക്ക് എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇടുന്നത് കടലക്കപ്പൊടിയാണ്. അത് നമുക്ക് ഒരു 2-3 സ്പൂണ് കടല മാവും കൂടി വേണം. അതും ഇട്ട് പിന്നെ കുറച്ച് പാലല്ലെങ്കിൽ തൈരായാലും മതി നമുക്ക്. എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാലാണ് ഇതിലേക്ക് ഒഴിച്ചത്. അങ്ങനെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊരു പാക്കായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അങ്ങനെ പാലൊഴിച്ച് ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെ കാലിൽ ആവശ്യമായിട്ടുള്ള എത്രയാണോ പാക്കിന് ആവശ്യമുള്ള പൊടി അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാക്ക് ഇടുന്നതോടു കൂടി നമ്മളെ കാല് നല്ല ഒരു ടാനൽ റിമൂവായി നല്ലൊരു വൈറ്റനിങ് കിട്ടും നമുക്ക്. ഇത് ആഴ്ചയിലൊരു 2-3 പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മുടെ കാലിൻ്റെ പകുതി പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ഇവിടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കാലിലേക്ക് ഇത് മൊത്തത്തിൽ ഉപ്പൂറ്റിയിലും പിന്നെ കാൽപാദത്തിലും എല്ലാം മൊത്തത്തിൽ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം, 2 കാലിലും. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ എന്തായാലും വേണ്ടി വരും ഇതൊന്ന് ഉണങ്ങി സെറ്റാവാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് മൊത്തത്തിൽ ഒന്നും കൂടി സ്ക്രബ് ചെയ്ത് നമുക്കിത് കഴുകിക്കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ കാല് കണ്ടിട്ടുണ്ടാവും, നല്ല ഡാർക്ക് പോലെയുണ്ട്. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ ഇത് കൊണ്ടിട്ടുണ്ടായ ഒരു തൊലി പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്ത് വരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ ലാസ്റ്റ് ഫൈനൽ കണ്ടില്ലേ, ആ ഒരു വെള്ളപ്പൊടീൻ്റെ പ്രശ്നം, ആ ഒരു ഡാർക്ക് പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കണ്ട, കാല് നല്ല നിറം വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആ കാലിന് ഫസ്റ്റ് ഉണ്ടായ ഉപ്പൂറ്റി വീണ്ട് കീറലിന് എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് ഇത് ഫുള്ളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വാസ്ലൈൻ്റെ ഒരു ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ പോലെ നമ്മളെ കാലിന് നല്ല സോഫ്റ്റും നല്ല ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ക്രീം 2 കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വാസ്ലൈൻ്റെ ഗ്ലൂട്ടാഹൈഡ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് ഇത്. 2-3 പ്രാവശ്യം വീക്കിലി ചെയ്താൽ തന്നെ നമ്മുടെ കാല് നല്ല
സോഫ്റ്റായി കാലിൻ്റെ ഈ വിണ്ട് കീറലെല്ലാം നമുക്ക് മാറിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.